ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇനി അതല്ല സ്നാക്സ് ആയിട്ട് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. എത്ര കഴിച്ചാലും കൊതി തീരില്ല. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 ഉരുളക്കിഴങ്ങിനനുസരിച്ചാണ് ഞാനിവിടെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും പറയുന്നത്. നിങ്ങൾ എത്രയാണോ കിഴങ്ങ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു പലഹാരത്തിന്റെ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു മല്ലിയില കൂട്ടി ഇട്ട് കൊടുക്കുമ്പോഴാണ്. അത് ഭയങ്കര ടേസ്റ്റ് ആണ്, ഒരു വെറൈറ്റി ആണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ വലിയ ജീരകവും ഒരു നുള്ള് ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അരച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു അരിപ്പൊടിയും ഈ മിക്സും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മാവും ഈ ഒരു കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി എടുത്ത അതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഏതിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അതിനു വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണക്ക് ഞാൻ പറയുന്നില്ല. നമുക്ക് സാധാരണ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവുമായിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണോളം മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓയിലോട് കൂടി ഇതുപോലെ കുഴച്ചെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ആ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ട് ഇതുപോലെ വലിപ്പത്തിൽ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി പരത്തി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മാവ് ഫുള്ളായിട്ട് ഈ ഒരു പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് നൈസായി പോവരുത്, എന്നാൽ നല്ല കട്ടിയും ആവരുത്. ഈ ഒരു മാവ് ബോർഡ് നിറയെ ഒന്ന് പരത്തുന്നുണ്ട്. പരത്തി കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കട്ടി മനസ്സിലാവും. ഈ ഒരു കനത്തിനനുസരിച്ചാണ് മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും അടപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസോ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു കറക്റ്റ് പരുവത്തിന് കാണാൻ നല്ല ഭംഗിയിൽ കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിന്റെ വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഏതെങ്കിലും വക്കുള്ള ബൗളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി.
ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവിനെ നമ്മൾ വീണ്ടും ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും അത് പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ മാവിലും ഇവിടെ റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂടി പോവുകയും ചെയ്യരുത്, ഫ്ലെയിം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇത് നല്ലപോലെ പൊള്ളി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അധികം എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ആ ഭാഗവും വെന്ത് കിട്ടും. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുറമേ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.